എല്ലാ തവണത്തെയും പോലെ ഇതും നിസ്സാരമായി തള്ളിക്കളയരുത്. മോന്റെ പോക്ക് അത്ര ശരിയല്ല. എനിക്ക് അവനെ ഓർത്ത് നല്ല പേടിയുണ്ട്. ലേഖ ഭർത്താവ് അശോകനോട് പറഞ്ഞു. നീ ഇങ്ങനെ പേടിക്കണ്ട, നിനക്ക് വെറുതെ തോന്നുന്നതാണ് അതൊക്കെ. അശോകൻ അവൾ പറയുന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഏട്ടാ, ഇതങ്ങനെയല്ല. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. അവന്റെ കാര്യങ്ങൾ അറിയേണ്ടത് നമ്മൾ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അവൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കുമ്പോൾ അശോകന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അതിനു മാത്രം എന്തു പ്രശ്നമുണ്ടെന്നാണ് താൻ പറഞ്ഞു വരുന്നത്? കുറച്ചധിക സമയം അവൻ ഫോൺ ഉപയോഗിക്കുന്നതാണോ തന്റെ പ്രശ്നം? നമ്മൾ വളർന്നു വന്ന കാലമൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ തന്നെയാണ് കളിക്കുന്നത്. അത് ഇത്രയും സീരിയസ് ആയ ഒരു പ്രശ്നമാക്കാനും മാത്രം ഒന്നുമില്ല. അശോകൻ നിസ്സാരമായി പറയുമ്പോൾ താൻ കണ്ട കാഴ്ചകളും താൻ അറിഞ്ഞ സത്യങ്ങളും അവരുടെ ഉള്ളിലിരുന്ന് വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു. താൻ എന്തൊക്കെ പറഞ്ഞാലും അയാൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ഇതിനോടകം തന്നെ ലേഖയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അല്ലെങ്കിലും എന്ത് കാര്യത്തിനും അദ്ദേഹത്തിന് മകനെ നല്ല വിശ്വാസമാണ്. അവൻ എത്രയൊക്കെ തെറ്റ് ചെയ്താലും അവനെ ശാസിക്കാറില്ല. ഒരേ ഒരു മകനാണ് എന്നുള്ള പരിഗണന കൊണ്ട് അവൻ അതെല്ലാം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഏട്ടാ, ഞാൻ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏട്ടനോട് സംസാരിക്കേണ്ട എന്ന് തന്നെയാണ് കുറച്ചു മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇനിയും ഇതങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. ഏട്ടനോട് പറയാതിരിക്കുന്ന ഓരോ നിമിഷവും ഇതെല്ലാം അവൻ്റെ കുട്ടികളിൽ മാത്രമാണെന്ന് ഏട്ടൻ കരുതും. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് എനിക്കും ഏട്ടനും ഒക്കെ അറിയാം. അവർ ആമുഖം പോലെ പറയുമ്പോൾ തന്നെ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് അയാൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. താനിങ്ങനെ ടെൻഷനാകാതെ കാര്യം പറയും. അയാൾ അനുവാദം കൊടുത്തപ്പോൾ അവർ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. സാധാരണ ഞാൻ അവൻ്റെ ഫോണൊന്നും എടുത്ത് നോക്കാറില്ല എന്ന് ഏട്ടനറിയാലോ. ഇന്നലെ അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പാടത്ത് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ? ആ നേരത്ത് അവൻ ഫോണ് ചാർജിൽ വെച്ചിട്ടാണ് പോയിരുന്നത്. അന്നേരം തന്നെ അവൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുകയും ചെയ്തു. ഞാൻ കോൾ എടുത്തപ്പോൾ ഞാനാണ് കോൾ എടുത്തത് എന്നറിയാതെ അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അവരുടെ ഓർമ്മകൾ ആ ഒരു സംഭവത്തിലേക്ക് ചെന്നെത്തി നിന്നു. ഡാ, ഇന്നലെ ഞാൻ അയച്ചു തന്ന വീഡിയോ നീ കണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നീ ഇന്ന് എനിക്ക് വേറെ ഏതോ പുതിയതൊരെണ്ണം അയച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? അത് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം, കേട്ടല്ലോ. നീ എന്താടാ ഒന്നും പറയാത്തത്? അവൻ്റെ ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കെന്തോ ആകെ ഒരു വല്ലായ്മ തോന്നി. ഇവൻ ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് പോലും തനിക്കറിയാൻ കഴിയുന്നില്ലല്ലോ. എന്തായാലും മറുപടി പറയാതെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്ത് വീഡിയോ ആയിരിക്കും ഇവർ പറയുന്നത്? ആ ചിന്തയിലാണ് ഞാൻ അവൻ്റെ ഫോണിൻ്റെ ലോക്ക് തുറന്ന് അത് നോക്കിയത്. അവൻ ഫോൺ വാങ്ങിയ സമയത്തിട്ടിരുന്ന അതേ ലോക്ക് തന്നെ ആയതുകൊണ്ട് എനിക്കത് തുറക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നില്ല. അവന് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും വാട്സപ്പ് വഴി ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം അതാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. ഇന്നലെ നമ്മുടെ മകൻ്റെ നമ്പറിലേക്ക് അയച്ചു കൊടുത്ത വീഡിയോ എന്തായിരുന്നു എന്ന് ഏട്ടനറിയാമോ? സെക്സ് വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ദേഹം തളരുന്നത് പോലെ ആയിപ്പോയി. 15 വയസ്സിൽ തന്നെ ഇവൻ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള രീതിയിലായിരുന്നു അത്ഭുതം. എന്നാൽ അതിലേറെ എന്നെ തളർത്തിയത് ഇത് ഇന്നലെ ഉണ്ടായ ആദ്യത്തെ സംഭവമല്ല എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ ചാറ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ അറിയാം കുറേ നാളുകളായുള്ളതാണ് ഇങ്ങനെയുള്ള പരിപാടികളെന്ന്. പിന്നീട് അവൻ്റെ ഗ്യാലറി പരിശോധിച്ചപ്പോഴാണ് അതിൽ ഇതുപോലെയുള്ള കുറേ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഞാൻ കണ്ടു. അവൻ്റെ പോക്ക് അത്ര ശരിയല്ല കേട്ടോ. ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ്. ഏട്ടൻ അവനോട് കാര്യമായി തന്നെ സംസാരിക്കണം. ഇതിനൊക്കെ ഒരവസാനം വേണ്ടേ? അവൾ പറഞ്ഞത് കേട്ട് അയാൾ കുറച്ചു നിമിഷം അവരെ നോക്കിയിരുന്നു. ഹെഡോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മൾ വളർന്ന കാലഘട്ടമല്ല. ഒരു വിരൽത്തുമ്പിൽ ഇവർക്കിതെല്ലാം ലഭ്യമാകുമ്പോൾ നമ്മൾ എത്രയൊക്കെ ശാസിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എങ്കിലും അവനോട് ഞാനൊന്ന് സംസാരിക്കാം. അതിൻ്റെ പേരിൽ താനിനി ഇതെവിടെ വലിയൊരു പ്രശ്നമാക്കി മാറ്റണ്ട. അയാൾ പറഞ്ഞപ്പോൾ അവർ സമ്മതം അറിയിച്ചു. അയാൾ റെഡിയായി ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് കുറച്ച് വിശ്രമം എന്നുള്ള രീതിയിൽ സോഫയിൽ ഇരിക്കുമ്പോഴായിരുന്നു ഒരു ഫോൺ വരുന്നത്.
മകന്റെ സ്കൂളിൽ നിന്നാണ് എന്ന് കണ്ടതോടെ ഒരങ്കലാപ്പോടെയാണ് ഫോൺ എടുത്തത്. ഹലോ, ശരത്തിന്റെ അമ്മയല്ലേ? അതെ, എന്താ ടീച്ചറെ? വിറച്ചുകൊണ്ടാണ് ലേഖ സംസാരിച്ചത്. നിങ്ങളൊന്ന് അത്യാവശ്യമായി സ്കൂളിലേക്ക് വരണം. കഴിയുമെങ്കിൽ ശരത്തിന്റെ അച്ഛനെയും ഒപ്പം കൂട്ടണം. കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി പോലും കാത്തു നിൽക്കാതെ ടീച്ചർ ഫോൺ കട്ടാക്കി. അവരുടെ സ്വരത്തിലുള്ള ഗൗരവം തന്നെ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് വിശ്വസിക്കാൻ അവളെ പ്രേരിപ്പിച്ചു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവൾ അശോകനെ ഫോൺ വിളിച്ച് വിവരം പറഞ്ഞു. അവൾ റെഡിയായി നിൽക്കുമ്പോഴേക്കും അയാളും എത്താമെന്ന് പറഞ്ഞതോടെ അവൾ വേഗത്തിൽ തന്നെ റെഡിയാവാൻ തുടങ്ങി. രണ്ടാളും കൂടി സ്കൂളിലെത്തുമ്പോൾ നേരെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്കാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ മുറിക്ക് പുറത്ത് തന്നെ ശരത്തും അവന്റെ 1-2 കൂട്ടുകാരും ഒക്കെ നിൽപ്പുണ്ട്. കുറ്റം ചെയ്തതുപോലെ തല താഴ്ത്തി നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്ന് അവർക്കുറപ്പായി. അവരെ ഒന്ന് നോക്കിയിട്ട് അനുവാദം വാങ്ങി അവർ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് കയറി. നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ടീച്ചർ ഒരു ഫോൺ എടുത്ത് അവരുടെ മുന്നിലേക്ക് വെച്ചു. അത് ശരത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ അവർക്കൊട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇത് നിങ്ങളുടെ മകന്റെ ഫോണാണെന്ന് അറിയാമല്ലോ. ഈ സ്കൂളിൽ ഫോൺ നിർബന്ധമായും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ മകൻ ഇതുമായാണ് മിക്കപ്പോഴും സ്കൂളിലേക്ക് വരുന്നത്. സ്കൂളിലേക്ക് ഇതും കൊണ്ട് വരുന്നത് പോരാഞ്ഞിട്ട് പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുക, അത് മോർഫ് ചെയ്ത് അവരെ കാണിച്ച് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയതാണ് നിങ്ങളുടെ മകന്റെ ഇപ്പോഴത്തെ പരിപാടികൾ. അവനെ പേടിച്ചിട്ട് പെൺകുട്ടികൾ ക്ലാസ്സിന് പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് അവന്റെ പേരൻസിന് വിവരം അറിയിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ പ്രായത്തിൽ തന്നെ പോലീസും കേസും ഒക്കെയായി നടക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ മാതാപിതാക്കൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ തങ്ങളുടെ തൊലി ഉരിയുന്നത് പോലെയാണ് ആ അച്ഛനും അമ്മയ്ക്കും തോന്നിയത്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ടീച്ചറെ. ദയവ് ചെയ്ത് ഇത്തവണത്തേക്ക് മാപ്പാക്കണം പറഞ്ഞുകൊണ്ട് കൈകൂപ്പി ലേഖ. അവരുടെ അവസ്ഥ മനസ്സിലായതുപോലെ ആ ടീച്ചറിനും അലിവ് തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണത്തേക്ക് പ്രശ്നമൊന്നുമില്ല. അവനെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അവരോട് പറഞ്ഞുകൊണ്ട് ശരത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ടീച്ചർ അനുവാദം കൊടുത്തു. അവനെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ അച്ഛൻ അവനെ ശകാരിച്ചു. നിനക്ക് പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഫോൺ വാങ്ങി തന്നത്. ഇപ്പോൾ എന്തായാലും ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ. ഇനി നീ ഫോൺ ഉപയോഗിക്കണ്ട. അത് തൽക്കാലം എൻ്റെ കയ്യിലിരുന്നോട്ടെ. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അദ്ദേഹം അലമാരയിൽ കൊണ്ടുവന്ന് പൂട്ടിവെച്ചു. പിന്നെയും കുറേ നേരം അവൻ ഫോണിനു വേണ്ടി അച്ഛനെയും അമ്മയുടെയും പിന്നാലെ നടന്നെങ്കിലും അവനത് കൊടുക്കാൻ ആ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. അതോടെ ദേഷ്യം വന്ന് അവൻ മുറിയിൽ കയറി വാതിലടച്ചു. ആഹാരം കഴിക്കാൻ വിളിച്ചിട്ടും അവൻ പുറത്തേക്ക് വരാതെ വാശി കാണിച്ചു. അവന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവനെ കൂടുതൽ ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് നേരം വെളുത്ത് അവനെ അന്വേഷിച്ച് മുറിയിലേക്ക് ചെന്ന് അമ്മ കാണുന്നത് തുറന്നു കിടക്കുന്ന വാതിലാണ്. അവനെ അവിടെയൊന്നും കാണാതായതോടെ അവൻ എവിടേക്കോ പോയി മറഞ്ഞു എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിന് യാതൊരു തുമ്പും ഇല്ലാതെ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന് അന്വേഷണത്തിനൊടുവിൽ ഒരു അജ്ഞാത ജഡം പോലെ അവനെ കണ്ടുകിട്ടുമ്പോൾ മാതാപിതാക്കൾ സ്വയം ശപിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ദോഷം കൊണ്ട് മാത്രമാണ് മകന് ഇങ്ങനെ സംഭവിച്ചതെന്ന് പരസ്പരം കുറ്റപ്പെടുത്തി അച്ഛനും അമ്മയും കാലം കഴിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.